ടാഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് TWS ആണ് ROG 100 GT. ഇതിന്റെ ഒരു ഓവർവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ലോഞ്ച് ആയി കഴിഞ്ഞാൽ അന്ന് തന്നെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗ് നോവി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ROG 100 GT നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ROG 100 GT എന്നും അതുപോലെ തന്നെ ടാഗിന്റെ ലോഗോയും കൂടാതെ 3C ക്വിക്ക് ചാർജ് വിത്ത് 20 hours Playtime എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഏപ്രിൽ 2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കാണാൻ സാധിക്കുന്നത് 2999 രൂപയാണ്. എന്നാൽ ഇത് ഞാൻ വാങ്ങിച്ചത് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് 999 രൂപയും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1299 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1299 രൂപ റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളാണ് ഉറപ്പായിട്ട് നമുക്ക് 999 രൂപയ്ക്ക് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ കിട്ടുന്നത്. ബഡ്സ് VS104 ഉണ്ടല്ലോ, അതിനിപ്പോൾ 999 രൂപയാണ്. ഇന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും 999 രൂപ ആയിരിക്കും എന്നുള്ളത്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് അതിനും മേ ബി 1299 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്, ഇതല്ലാണ്ട് നമുക്ക് വൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോഴത്തേക്ക് എന്തായാലും അത്യാവശ്യം നല്ല വെയിറ്റ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് പിടിക്കുമ്പോൾ തന്നെ ഇയർബഡ്, പൊതുവെ ഇയർബഡുകളിലൊക്കെ എന്താ പറയുക, ഇത്രയും വെയിറ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ബാറ്ററി കപ്പാസിറ്റി ഇനി കൂടുതലാണോ എന്നും അത് അറിയത്തില്ല. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുണ്ടോ വീണ്ടും ഒരു പാക്ക് ഉണ്ട്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഒരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. കാരണം JBL അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് കോറിൻ്റെ ഒക്കെ ചില ഇയർബഡുകളൊക്കെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇയർബഡ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ബോക്സുകളാണ്. ഇവിടെയും ROG 100 GT ദ ഗെയിം സ്റ്റാർട്ട് വിത്ത് യു എന്നൊക്കെ പറഞ്ഞൊരു ഹാഷ് ടാഗ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. രോഹിത് ശർമ്മയുടെ സൈനും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ നമ്മളെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിന് മുമ്പേ ഇയർബഡിൻ്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള ആക്സസറീസ് നോക്കുവാണെങ്കിൽ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും അതുപോലെ തന്നെ ഒരു Type-C മിനി കേബിളും ആണ്. കൂടാതെ മറ്റൊരു ചെറിയൊരു പാക്കിനകത്ത് കുറച്ച് പേപ്പർ വർക്കാണ്. ഹൗ ടു യൂസ് എന്ന് പറഞ്ഞൊരു QR കോഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ 9500 രൂപയ്ക്ക് മുകളിൽ നമുക്ക് റിവാർഡ്സ് കിട്ടും. ഇവർ പറയുന്ന കുറച്ച് പ്രോഡക്റ്റ് വെബ്സൈറ്റുകളിൽ നിന്നും. പിന്നെ ഹാപ്പി ആൻഡ് നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഭവം. അതായത് ഇപ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഉറപ്പായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം കാണാൻ സാധിക്കുന്നത് ടെൽ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഷെയർ യുവർ എക്സ്പീരിയൻസ് ബൈ റൈറ്റിംഗ് എ റിവ്യൂ ഓൺ ആമസോൺ, കണക്ട് വിത്ത് അസ്, അവരുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ നോട്ട് ഹാപ്പി ആണെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ROG 100 GT. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്ക് എന്തായിട്ടാണ് തോന്നുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട്. എനിക്ക് ആക്ച്വലി ഇത് കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് UFO ഉണ്ടല്ലോ, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതുപോലാണ്, ഏലിയൻ്റെ പേടകം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ലുക്കാണ് ആക്ച്വലി ഞാനിത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ആ ഷോർട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഫിസിക്കലിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു ഗെയിമിംഗ് ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ആ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ തന്നെ നല്ല അട്രാക്റ്റഡ് ആണെന്നുള്ളതിലും യാതൊരുവിധ സംശയവുമില്ല. പിന്നെ പിറകിലായിട്ടൊരു Type-C പോർട്ടും കൂടാതെ കുറച്ച് കാര്യങ്ങൾ അവരുടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് കപ്പാസിറ്റി 400 mAh ആണ്. അതായത് ഈ 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ആക്ച്വലി ഒരു കേസ് എന്ന് പറയുന്നത്. ഈ ഒരു 400 mAh നമുക്ക് അപ് ടു 20 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 100% ചാർജ് ആകാനായിട്ട് 1 മണിക്കൂറും കമ്പനി പറയുന്നുണ്ട്. കൂടാതെ Type-C പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 3 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. 40 ഗ്രാം മാത്രമാണ് ഈ ഒരു കേസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയോട് കൂടിയിട്ട് കേസിന്റെ അകത്തിരിപ്പുണ്ട്. അതിന് മുന്നേ പറയാനുള്ളത് ഇതിൽ ക്യുക്ക് പെയർ എന്ന് പറഞ്ഞിട്ട് QWIK പെയറിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അതായത് നമ്മുടെ ഇൻസ്റ്റാ വേക്കൻറ്റ് പെയർ ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർ സിങ്ക് ടെക്നോളജി പോലെ നമ്മൾ ലിഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്റ്റഡ് ആകുന്നതാണ്. എന്നാലും ഇവിടെയും ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. വീണ്ടും ഞാൻ പറയുന്നത് ആ ഒരു ഗെയിമിംഗ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇതുപോലെ ലൈറ്റുകൾ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഗെയിമിംഗ് TWS ആകുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഹാഫ് ഇൻ ഇയർ ഡിസൈൻ വിത്ത് സിലിക്കൺ ഇയർ ടിപ്സ് എന്ന് ഓൾറെഡി
ഇവരുടെ സൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഓവർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതായത് ഇതൊരു ഹാഫ് ഇൻ ഇയർ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒത്തിരി ബൾക്കി ആയിട്ടുള്ളൊരാണ് ഹാഫ് ഇൻ ഇയർ ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ കൂടി ഇയർ ടിപ്പുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴേ നല്ല പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട്. ANC ഇല്ലെന്നെങ്കിൽ പോലും നമുക്ക് അതിൻ്റെയൊക്കെ രീതിക്ക് ചെറിയൊരു ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ. പിറകിൽ ഒരു ലോഗോ കാണാൻ പറ്റും, അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ ഇവിടെയൊക്കെ ഉണ്ട്. കൂടാതെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. പക്ഷേ ഈ ഡ്രൈവേഴ്സ് നോക്കുമ്പോൾ ഇത് 10mm കണക്കല്ല ഫീൽ ചെയ്യുന്നത്, ഒരു കുറച്ചുകൂടി വലുതാണ്, ഒരു 13 അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വെബ്സൈറ്റിൽ നമുക്ക് മെൻഷൻ ചെയ്യുന്നത് 10mm എന്നാണ്. 40 mAh വീതം ഓരോ ഇയർബഡുകളും നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ സിംഗിൾ ചാർജിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കിട്ടണം. പക്ഷേ അത് കമ്പനി എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. 8 ഗ്രാം മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇയർബഡുകളുടെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്ന ആ ഒരു ലോഗോയുടെ ഭാഗത്താണ് നമ്മുടെ ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കിടക്കുമ്പോഴൊക്കെ നമ്മൾ ചരിഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇത് ടച്ച് കൺട്രോൾസ് വർക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. അത് ചിലപ്പോൾ സമയങ്ങളിൽ നമുക്ക് ഇറിറ്റേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ വലതുവശത്ത് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ കോൾ വരുന്ന സമയത്താണ് നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ കോൾ റിജക്റ്റ് ആവുന്നതാണ്. കൂടാതെ വലതുവശത്ത് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് 3 EQ മോഡ്സ് ഉണ്ട്. ആ EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗെയിമിംഗ് മോഡാണ്. 50 ms ലോ ലേറ്റൻസിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ്ഡ് മോഡ് ഉണ്ട്, കൂടാതെ ബേസ് എക്സ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു 3 ടാപ്പുകൾ ചെയ്യുമ്പോഴത്തേക്ക് അവർ തന്നെ പറയുന്നുണ്ട് ഗെയിമിംഗ് മോഡ് ഓൺ, അല്ലെങ്കിൽ ബാലൻസ്ഡ് മോഡ് ഓൺ, അല്ലെങ്കിൽ ബേസ് എക്സ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ ഇതിനകത്ത് പറയുന്നത് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ബേസിക് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IP55 ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും. IP55 999 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 1299 രൂപയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനല്ലാണ്ട് ഞാൻ മറ്റൊരു കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോ എൻകോ ബഡ്സിലാണ്. അതിന്റെ വില എന്ന് പറയുന്നത് ഓഫർ സമയങ്ങളിൽ 1599 1699 കിട്ടുമായിരിക്കും. പക്ഷേ 1899 പൊതുവെ അതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇന്റലിജന്റ് ഡേ നോയ്സിംഗ് മൈക്ക് വിത്ത് ക്വാഡ് മൈക്കാണ്. ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈക്ക് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ROG 100 GT യിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് ആക്ച്വലി സംസാരിക്കുന്നത്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡോറിനകത്ത് ഈ ഒരു ക്വാഡ് മൈക്ക് വെച്ചിട്ടുള്ള ഒരു മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, എന്തായാലും അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ നമ്മുടെ ഗെയിമിംഗ് ലോ ലേറ്റൻസിയുടെ ടെസ്റ്റും അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി ഔട്ട്ഡോറിലുള്ള ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുവാണെങ്കിൽ അതും കൂടിയൊക്കെ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ SBC AAC കോഡൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് കേട്ടാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എനിക്കെന്തായാലും അങ്ങനെ വലിയ ഡ്രോബാക്ക് ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ബേസ് എക്സ് മോഡ്സിൽ നമുക്ക് ആ ഒരു നല്ല ഡോമിനേറ്റഡ് ആയിട്ട് ബേസ് കിട്ടുന്നുണ്ട്. അത് യൂട്യൂബിലെ വീഡിയോസ് ആണെങ്കിൽ പോലും നല്ല മ്യൂസിക് പ്ലേയേഴ്സിലെ പാട്ടുകൾ കേട്ടാൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിലാണ് ആക്ച്വലി എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ബാലൻസ്ഡ് മോഡിനേക്കാളും. ബാലൻസ് മോഡിൽ ആക്ച്വലി എൻഹാൻസ്ഡ് അല്ല, എന്നാൽ പോലും നമ്മളൊരു 80 to 90% കേൾക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു കുറച്ച് മോർ എൻഹാൻസ്ഡ് പാട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബേസ് എക്സ് മോഡിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഓവറോൾ എന്തായാലും മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഇത് കുറ്റം പറയാൻ പറ്റത്തില്ല. ടാഗ് ലിബർട്ടി ബഡ്സിന്റെ ആ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 1000 രൂപയ്ക്ക്. അത് അന്ന് ഞാൻ വാങ്ങിച്ചത് തോന്നുന്നു, അന്ന് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് എനിക്ക് തോന്നുന്നത് 899 രൂപയ്ക്കാണ്. എന്തായാലും അതിന്റെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ഉണ്ടായിരുന്നല്ലോ, അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഒരിക്കലും നമ്മുടെ ട്രൂക്കിന്റെ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആണ്. ഡ്യൂറബിലിറ്റിയുടെ കാര്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയേണ്ടത് സത്യം പറഞ്ഞാൽ ട്രൂക്കിന്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും ഒരുപടി മുമ്പിലാണ് ആക്ച്വലി ഈ ഒരു ROG 100 GT എന്ന് പറയുന്നത്. ഇനി ഒരു ലേറ്റൻസിയുടെ കാര്യം കുറച്ചുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു ലോ ലേറ്റൻസി ഓൺ ആക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ നമ്മുടെ ബോട്ടിന്റെ പ്രോഡക്റ്റുകളിലൊക്കെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീസ് മോഡ്, അവരുടെ ലോ ലേറ്റൻസി മോഡ് ഉള്ള ഒരു സംഭവമാണ്. ആ ഒരു സംഭവം ഡെഡിക്കേറ്റഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ഓൺ ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോ പോലും കാണുമ്പോഴത്തേക്ക് അത് സിങ്ക് ആവത്തുള്ളൂ നമ്മുടെ ലിപ്പും ആ ഒരു സൗണ്ടുമായിട്ട്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ബീസ് മോഡ് ഓൺ ആക്കാണ്ട്
ആക്കാണ്ട് ആ ഒരു ഗെയിമിംഗ് മോഡ് ഓൺ ആക്കാണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബീസ്റ്റ് മോഡ് ഓൺ ആക്കിയിട്ട് PUBG കളിക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആക്ച്വലി വെറുതെ പോയിട്ട് ചുമ്മാ ഒന്ന് ഫയർ ചെയ്ത് നോക്കിയല്ല ചെയ്തത്. ഞാനൊരു ഗെയിം പ്ലേ ഫുൾ അങ്ങോട്ട് കളിക്കുമായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് എനിമി വന്നാലും അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് എനിമി വന്നാലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിറകിൽ നിന്ന് വന്നാലും നമുക്കതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവമായിരുന്നു ആ ഒരു 360 ഡിഗ്രി സൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് എന്തായാലും ഇതിനകത്ത് വർക്കൗട്ട് ആകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും 999 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്പെക്ക് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇത്രയും വില കുറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല. ഡ്യൂറബിലിറ്റിയുടെ ഞാൻ വീണ്ടും പറയണത് അറിയത്തില്ല. ഇത് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് 999 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് തന്നെയാണ്. 1299 നിങ്ങളൊരു ഗെയിമിംഗ് TWS നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ 50 ms ലോ ലേറ്റൻസി ആണെങ്കിൽ പോലും ഒരു 65-70 ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ പോലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ROG 100 GT കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇനി ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഉറപ്പായിട്ടും ആ ഒരു ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ട് ആയിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്നും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോ രജിസ്റ്റർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.